ശരി, അതാണ് ഈ പറഞ്ഞത്. അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നവരുടെ മാർഗം പിഴച്ചതാണ് എന്നല്ലേ റാസി വായിച്ച് തെളിയിച്ചത്. ശരി, അത് തന്നെയാ സക്കരിയ സലാഹിയുടെ മാർഗം, അത് തന്നെയാ ജബ്ബാർ മൗലവിയുടെ മാർഗം, അത് തന്നെയാ ചെറിയ മുണ്ടത്തിന്റെ മാർഗം, അതാ മുജാഹിദിന്റെ മാർഗം. അഥവാ ഒരാൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെയും കാണുന്നില്ല, അപ്പോൾ ജിന്ന് അല്ലാഹുവാണോ? പറയണ്ടേ മറുപടി. ജിന്ന് അല്ലാഹുവാണോ? ജിന്നെ മലക്കെ സഹായിക്കണേ എന്ന് പറയുന്ന മാർഗം അത് നിങ്ങൾ സക്കരിയക്ക് വായിച്ചു കൊടുക്കുക, ജബ്ബാർ മൗലവിക്ക് വായിച്ചു കൊടുക്കുക. ഞങ്ങളെ മദ്ഹബ് അതിന്റെ അവസാനത്തിൽ റാസി പറഞ്ഞു, നിങ്ങൾ തന്നെ വായിച്ചല്ലോ, അഹ്ലുസുന്നത്തിന്റെ നിലപാട് എല്ലാ പ്രവർത്തനവും അതിന്റെ തദ്ബീർ അതിങ്ങനെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ നിയന്ത്രണം, അതിന്റെ സൃഷ്ടിപ്പ് അതല്ലാഹുവാണ്. അത് ഞങ്ങൾ അങ്ങനെ തന്നെയാ വിശ്വസിക്കുന്നത്. ഒരു ഡോക്ടറെ സമീപത്ത് എന്ന് ഞങ്ങളെ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലാഹുവാണ് രോഗം മാറ്റുന്നവൻ, ഡോക്ടർ കാരണമാണ്. ഇതുപോലെ നബി തങ്ങളെ സ്വർഗം വേണമെന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഞങ്ങൾക്കതിന് ചാൻസ് ഉണ്ടാക്കി തരുന്ന ശുപാർശകനാണ്. ശരി, നിങ്ങൾ പറയൂ. സക്കരിയ സലാഹി പറയുന്നു, അതുപോലെ നിങ്ങൾ ഉദ്ധരിക്കുന്ന, നിങ്ങൾ ചെന്നുപെട്ട ഈ മുജാഹിദുകൾ അവരാണ് പറയുന്നത് എന്ത്? ജിന്നിനോട് സഹായം തേടാം. നിങ്ങൾ പറയുന്നു പാടില്ല. ഞാൻ ചോദിക്കുന്നു, ഈ മുശ്രിക്കുകളുടെ കൂട്ടത്തിലാണോ ദാരിമി നിങ്ങൾ അകപ്പെട്ടിരിക്കുന്നത്? എന്തേ മിണ്ടാത്തത്? അസ്അലിക മുറാഫഖതക എന്ന് ചോദിച്ച റബിയ തങ്ങൾ മുശ്രിക്കാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞില്ല, പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇപ്പോൾ ഞാൻ ചോദിച്ചു, ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്ന സക്കരിയ മുശ്രിക്കാണോ? അതും പറഞ്ഞില്ല.